സോ ഈ കാണുന്ന ഒരു ഏരിയ മുഴുവനാണ് അന്ന് ആ ഇടിച്ചിലിൽ താഴത്തേക്ക് കുഴിഞ്ഞു പോയത്. ആൻഡ് ഈ കിടക്കുന്ന വണ്ടി, ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഷെവർലെറ്റിൻ്റെ കോർവെറ്റ് മോഡലിലെ 1.5 മില്യൺ ആ നമ്പറിലുള്ള വണ്ടിയാണ് ഇത്. എന്തെങ്ങനെ തുറച്ച് നോക്കണേ, ഒരു സംശയം വേണ്ടത് ഈ പുറകെ കിടക്കുന്ന മുതലിനെ നമ്മളിങ്ങോട്ട് മേടിച്ചു. ഷെവർലെറ്റ് കോർവെറ്റ് C7 അവരുടെ 7th ജനറേഷൻ വണ്ടിയാണ്. പൈസ ഒന്നും നോക്കിയില്ല, പണം പോയാലും പവർ പറ്റിയതാണ്. അപ്പോൾ രണ്ട് കൽപ്പിച്ച് നമ്മൾ അവനിങ്ങോട്ട് മേടിച്ച് ഇനി ഇവനെ എടുത്തിട്ട് ഒരു അർമാദാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചാണ്. എൻ്റെ പൊന്നി ഞങ്ങൾക്ക് നമ്മൾ ഈ വണ്ടിയൊന്നും മേടിച്ചിട്ടില്ല, അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ളത് US-ലെ കെന്തുക്കി എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബൗളിംഗ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഷെവർലെറ്റിൻ്റെ നാഷണൽ മ്യൂസിയം ഉണ്ട്. പ്രത്യേകിച്ചും ഷെവർലെറ്റ് കോർവെറ്റ് എന്ന് പറയുന്ന സ്പോർട്സ് കാർ, അതായത് 1953 ഇറങ്ങി സ്പോർട്സ് കാറിൻ്റെ ലോകത്ത് ഒരു വിപ്ലവം മാറ്റിയ കാറാണ് ഈ ഷെവർലെറ്റിൻ്റെ കോർവെറ്റ് എന്ന് പറയുന്ന മോഡൽ. സോ 1953 മുതൽ ഈ 2020 വരെ ഇറങ്ങിയ ഒരു ലേറ്റസ്റ്റായ കാറ് വരെ ഉള്ള ഒരു വലിയൊരു മ്യൂസിയമാണിത്. അപ്പോൾ ഈ കാലാകാലങ്ങളിൽ അവരുടെ വണ്ടികളിൽ വന്ന മാറ്റം, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിനെപ്പറ്റിയുള്ളൊരു കിടക്കാച്ച വീഡിയോ ആണ്. അപ്പോൾ വണ്ടിപ്രാന്തന്മാരൊക്കെ പോര് നമുക്കൊന്ന് അടിച്ചുപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. We felt the need for speed, so we came to the Corvette Museum in Kentucky. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിനകത്ത് കയറിയിരിക്കുകയാണ്. ഷെവർലെറ്റിൻ്റെ എന്താ പറയുക, ഒരു മൊത്തം ഹിസ്റ്ററി നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് കിട്ടും. ഒരാൾക്ക് $16 ഒരാളുടെ ടിക്കറ്റ്. സോ ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് എൻട്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, എന്താ പറയുക, കുറച്ച് നേരം ഈ സ്പോർട്സ് കാറുകളുടെ ഒരു മായ ലോകത്ത് നമുക്കൊന്ന് സഞ്ചരിക്കാം. 1953 സ്പോർട്സ് കാറിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ച് ഷെവർലെറ്റിൻ്റെ ഫസ്റ്റ് കോർവെറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 335 ക്യൂബിക് ഇഞ്ചാണ്, 6 സിലിണ്ടർ, 150 HP ആണ്. അതേപോലെ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 2840 പൗണ്ട്, $3498 ആയിരുന്നു അന്നത്തെ ഇതിൻ്റെ പ്രൈസ്. ഈ ഒരു ഭാഗത്ത് ഈ കോർവെറ്റിൻ്റെ ഗോഡ് ഫാദറായ സൗറ അർക്കൂസ് ഡൺടോവ് എന്ന് പറയുന്ന ആളെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. ഇദ്ദേഹമാണ് ശരിക്കും ലോകത്തിന് ഈ കോർവെറ്റ് എന്ന് പറയുന്ന ഈ മാന്ത്രിക സ്പോർട്സ് കാർ സമ്മാനിച്ച മഹാനായ എഞ്ചിനീയർ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഷെവർലെറ്റിൻ്റെ ഈ ഒരു കോർവെറ്റ് 1954 ഇറങ്ങിയ ബ്രാൻഡാണ്. ഇതിൻ്റെ പുറകിൽ ഒരു വളരെ രസകരമായ കഥയുണ്ട്. റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വാഹനം വാങ്ങിച്ച് ഏകദേശം 5 വർഷം ഉപയോഗിച്ചു.
1959 വരെ ഉപയോഗിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ വാഹനം ഒട്ടും ഇഷ്ടമായില്ല ഇതിൽ ഡ്രൈവ്. സോ അദ്ദേഹം ചെയ്തത് കുറേ ഇഷ്ടികയിൽ പൊതിഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് എന്താ പറയുക കുറേ ഈ പലചരക്കട പുള്ളി നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഇഷ്ടികയിൽ പൊതിഞ്ഞിട്ട് അദ്ദേഹം ഈ കാറ് മറവ് ചെയ്തു. എന്നിട്ട് പുള്ളി പറഞ്ഞ് 2000 എത്തുന്ന വരെ കാറ് റിമൂവ് ചെയ്തു. പക്ഷേ 1969 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആ തീരുമാനം മാറ്റി. പിന്നീട് ഇതൊരു പുതിയ ഓണർ മേടിച്ച് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഈ വാഹനം ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇഷ്ടികയൊക്കെ മാറ്റിയിട്ട് ഈ വാഹനം പുറത്തെടുത്തു. പിന്നീട് റിച്ചാർഡിൻ്റെ മോള് അദ്ദേഹത്തിൻ്റെ ലിവിങ് റൂമിൽ ഏകദേശം 10 വർഷം ഈ വാഹനം സൂക്ഷിച്ചു വെച്ചു. സോ ഈ വണ്ടി അന്ന് 1954 മേടിച്ച അതേ ഒരു സെറ്റപ്പിൽ തന്നെ ഇപ്പോഴും ഇരിക്കണം. അങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ആയ ഒരു ഹിസ്റ്ററി ഈ വാഹനത്തിൻ്റെ പുറകെ. ഈ ഗ്രേ കളറിൽ കാണുന്ന ഈ ഒരു കാറ് ഇത് 1957 ഇറങ്ങിയ കോർവെറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിൽ എണ്ണ അടിക്കാനായിട്ടുള്ള ആ ഒരു സംവിധാനത്തോടു കൂടി ഇറങ്ങിയ ആദ്യത്തെ കാറാണ്. കാരണം അതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ എപ്പോഴും ഇവർ ക്യാൻ വെച്ചിട്ട് ക്യാനിലാണ് പമ്പിൽ നിന്ന് എണ്ണ മേടിച്ചിട്ട് അത് ഫണൽ വെച്ചിട്ട് ആ ടാങ്കിലേക്ക് നേരിട്ട് ഒഴിക്കുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ ശരിക്കും പമ്പിലെ ആ ഒരു എന്താ പറയുക പമ്പ് ഉപയോഗിച്ച് എണ്ണ അടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇറങ്ങിയ ആദ്യത്തെ അവരുടെ വണ്ടിയാണ് ഈ കാണുന്നത്. സോ ഇവിടെ അവർ അതിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. 1950-കളിലൊക്കെ ഇതേപോലെ ഗ്യാസ് സ്റ്റേഷനിൽ ഇതുണ്ടോ സാധാരണ വണ്ടിയിൽ ഇതേപോലത്തെ ഒരു ക്യാനിൻ്റെ ഇതേപോലെ ഒരു ക്യാൻ ആൾക്കാർ കൊണ്ടു നടക്കും. അതിൽ എണ്ണ മേടിച്ചിട്ട് അത് നേരിട്ട് ടാങ്കിലേക്ക് ഒഴുക്കിയായിരുന്നു പതിവ്. സോ ആ ഒരു സിസ്റ്റം മാറിക്കൊണ്ടാണ് 1957 കോർവെറ്റിൻ്റെ ഈ ഒരു പുതിയ മോഡൽ ഇറങ്ങിയത്. 1973 ഈ കോർവെറ്റ് കാറിൻ്റെ ചീഫ് എഞ്ചിനീയറും അതേപോലെ തന്നെ അതിൻ്റെ ഗോഡ് ഫാദറുമായ സോറ അർക്കൂസ് ഡൻറ്റോവ് പുതിയൊരു ആശയമായിട്ട് വന്നു. അതായത് കാറിന് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് അതിൻ്റെ എൻജിൻ വയ്ക്കുക. സോ അങ്ങനെ ആശയം ഡിസ്കഷന് ശേഷം അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് എന്താ പറയുക ഈ സ്പോർട്സ് കാറിൻ്റെ മധ്യഭാഗത്തായിട്ട് അതിൻ്റെ എൻജിൻ ഫിറ്റ് ചെയ്ത് തുടങ്ങി. സോ അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് മാറി പതുക്കെ അതിൻ്റെ സെൻറ്ററിലേക്ക് എൻജിൻ ഫിറ്റ് ചെയ്ത് തുടങ്ങി. ഈ കാണുന്നത് അവരുടെ 7th ജനറേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ഷെവർലെറ്റിൻ്റെ സ്പോർട്സ് കോർവെറ്റ് കാറാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത കിടിൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിൽ ലുക്കാണ്. പക്ഷേ അതിനകത്ത് കിടക്കാനോ കയറി ഇരിക്കാനോ ഒരു രക്ഷയില്ല. നമുക്ക് നോക്കി കാണാനേ പറ്റുള്ളൂ. അതുപോലെ ഈ കാണുന്ന കാറ് ഒരുപാട് മത്സരങ്ങളിൽ എന്താ പറയുക വിൻ ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ കാർ കൂടിയാണ്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 2001 ഡേറ്റോണ മത്സരം, അതേപോലെ 2002, 2003, 2004 അങ്ങനെ എന്താ പറയുക ഒരുപാട് വർഷങ്ങളിൽ പല റേസിങ്ങിലും ടോപ്പിൽ വന്നിട്ടുള്ള ഒരു കാറാണിത്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തോടു കൂടി, അതായത് 1950-കളിലൊക്കെ യൂറോപ്പിൽ ഈ കാർ റേസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസി സംഭവമായിരുന്നു. യൂറോപ്യന്മാരുടെ മെയിൻ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഈ കാർ റേസിങ്. പക്ഷേ അമേരിക്കയിൽ കാർ റേസിംഗ് ഒന്നും അത്ര ഒരു പോപ്പുലർ ആയിരുന്ന സമയമല്ലായിരുന്നത്. അങ്ങനെയാണ് ഷെവർലെറ്റ് ഈ കോർവെറ്റ് എന്ന് പറയുന്ന ഈ ഒരു റേസിംഗ് കാറുമായിട്ട് വന്ന് അത് കാറുകളുടെ അല്ലെങ്കിൽ എന്താ പറയുക മത്സര കാറുകളുടെ ലോകത്ത് വലിയൊരു മാറ്റം, ഒരു വിപ്ലവം തന്നെ വരുത്തി എന്നാണ് ഈ ഷെവർലെറ്റ് കോർവെറ്റിൻ്റെ ഒരു ചരിത്രം. സോ അങ്ങനെയുള്ളൊരു വിപ്ലവകരമായ മാറ്റമാണ് ഈ കോർവെറ്റ് കൊണ്ടുവന്നത്. ഇന്ന് ലോകത്തിലെ നമ്പർ 1 സെല്ലിംഗ് സ്പോർട്സ് കാറാണ് ഷെവർലെറ്റിൻ്റെ കോർവെറ്റ്. ഒരു രക്ഷയില്ലാത്ത കിടും മോഡലുകളും അന്യായ സ്പെസിഫിക്കേഷനും ആണ്. സോ സത്യം പറഞ്ഞത് കാണുമ്പോൾ ചാടിക്കയറി ഒരെണ്ണത്തിൽ ഇരുന്ന് ഓടിച്ചു പോകാനാണ് തോന്നുന്നത്.
ഈ കാണുന്നൊരു മോഡൽ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് കോർവെറ്റിൻ്റെ. ഇത് 1966 ഇറങ്ങിയ അഗ്ലി ഡക്ലിംഗ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. ഇത് റിയർ എഞ്ചിനാണ്, ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ എൻജിൻ. സംഭവം അഗ്ലി ലുക്കാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു കിടുക്കാച്ചി അഗ്ലി ലുക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് എന്താ പറയുക, പറക്കാൻ പറ്റുന്നൊരു ഐറ്റാണിത്. ഈ മ്യൂസിയത്തിൽ നമ്മളിനി ഈ കിടക്കുന്ന ഈ ഒരു ഭാഗം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് 2014 ഫെബ്രുവരി 12 കാലത്ത് ഏകദേശം ഒരു 5:39 ആയപ്പോൾ ഈ ഫ്ലോറിൻ്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞ് താഴ്ത്ത് വലിയൊരു കുഴിയായിട്ട് താഴത്തേക്ക് പോയി. കോർവെറ്റിൻ്റെ 8 കാറുകളാണ് ആ കുഴിയിൽ അന്ന് പെട്ടുപോയത്. അങ്ങനെ വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി നടന്നൊരു സ്പോട്ടാണ് നമ്മൾ അടുത്ത കാണുന്നത്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. അന്നത്തെ സംഭവത്തിൻ്റെ കുറേ പിക്ചറുകളൊക്കെ അവരോട് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ വലിയ പിക്ചറുകളോടെ വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ വലിയ ഗർത്താണ് അന്ന് രൂപപ്പെട്ടത്. ഒരു 8 കാറൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ എത്ര വലിയൊരു ഗർത്തായിരിക്കണം അത്. ഒരു ഭയങ്കര സംഭവമാണ്. സോ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പോയിന്റ്, ഇതാണ് അന്ന് ഇടിഞ്ഞ് താഴത്തേക്ക് കുഴിയായിട്ട് പോയ ഏരിയ എന്ന് പറയുന്നത്. അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്തൊരു വണ്ടി ഇന്നും സൂക്ഷിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. സോ ആദ്യ ദിവസമൊന്നും ഇവർക്കത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് തുടർച്ചയായിട്ട് അവർ ഈ വണ്ടിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നാളത്തെ സെർച്ചിങ്ങിന് ശേഷം ഏപ്രിൽ 3, 2014 ഈ വണ്ടി അവർക്ക് കണ്ടെത്തിയത് മണ്ണിൻ്റെ അടിയിൽ നിന്ന്. അന്നത്തെ ആ കുഴിയൊക്കെ അവർ മൊത്തം അടച്ചു. പക്ഷേ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെറിയൊരു ഏരിയ ഇരുമ്പിൻ്റെ പൈപ്പിറക്കി അവരത് അടയ്ക്കാതെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വ്യൂ ഒന്ന് കണ്ടു നോക്ക്. ഇത് ഏകദേശം 30 അടിയോളം താഴ്ചയിലാണ് ഈ ഒരു കുഴി. അന്ന് മണ്ണിടിഞ്ഞു പോയത് ഏകദേശം 30 അടിയോളം താഴ്ചയിലേക്കാണ്. ഒരു രക്ഷയില്ല കേട്ടോ. സോ ഈ ഇത്ര ഒരു ഭാഗം മാത്രം ഇരുമ്പിൻ്റെ വലിയ പൈപ്പ് ഇറക്കി കോൺക്രീറ്റ് ചെയ്ത് അവർ മൂടാതെ ഇട്ടിട്ടുണ്ട്. ബാക്കി ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് അവർ മൂടിയത്. കിടിലൻ ട്രിപ്പായിരുന്നു. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ആസ് യൂഷ്വൽ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ യാത്ര അവസാനിക്കുന്നില്ല. പുതിയ സ്ഥലങ്ങളായി, പുതിയ കാഴ്ചകളായി, പുതിയ അറിവുകളായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ. See you next time.